ഉച്ചക്ക് ചോറ് തിന്നാൻ വേണ്ടി റൂമിലേക്ക് വന്നതാ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. റൂമിൽ വന്ന് നോക്കുമ്പോ ആരും കാണുന്നൊന്നുമില്ല. അപ്പൊ കിച്ചണിലൊന്ന് പോയി നോക്കാം എന്താന്ന്. കാരണം സ്ഥലം കഴിഞ്ഞ് 1 മണിക്കാ കഴിക്കൽ, ആരും കാണുന്നില്ല. ഇനി കിച്ചണിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ. അപ്പൊ കിച്ചണിൽ കയറി നോക്കി. കിച്ചണിൽ കയറി നോക്കുമ്പോ ഒന്നും കാണുന്നില്ല കേട്ടാ. ഇതാ ചോറ് ഇവിടെ ഊറ്റിക്കണ്, തക്കാളി പച്ചമുളക് ഇവിടെ മുറിച്ച് വെച്ചിന്, ഉള്ളി ഇതാ ഇവിടെ മുറിച്ച് വെച്ചിന്, കറിയൊന്നുമില്ല, ഒക്കെ കാലിയ. ചോറ് മാത്രം ഇവിടെ ഉണ്ട്. എന്താ ചെയ്യാ? ഇതാണ് പ്രവാസി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നതാ. ഇനി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം എന്താണെന്നൊന്ന് അവനെ കോൾ ചെയ്തിട്ട് ബാക്കി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഓക്കെ. അപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് ചൊറക്ക വെച്ച് കറി വെക്കാൻ വേണ്ടി തക്കാളി ഉള്ളിയും വെട്ടുമ്പോഴത്തേക്ക് കോള് വന്നു. ഒരു സൂപ്പർ മാർക്കറ്റ് പണിയെടുത്തിന്. അപ്പോൾ മുസ്തോദിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുസ്തോദിലേക്ക് പോയി. പക്ഷെ ഇവിടെ വന്ന് ഇപ്പം വിളിച്ചു നോക്കുമ്പോൾ പറയുന്നത് ചോറ് ഞാൻ വാർത്തിട്ടുണ്ട്, നീ കഞ്ഞി കുടിച്ചോന്ന്. അപ്പൊ എന്താ ചെയ്യാ? കഞ്ഞി കുടിക്കണ്ടേ? അപ്പൊ കഞ്ഞി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കഞ്ഞിക്ക് എന്താ താൽക്കാലികം ഉണ്ടാക്കിയെന്നൊന്ന് കാണിച്ചു തരാം. അപ്പൊ എന്ത് ചെയ്ത് കഞ്ഞിയാക്കി. വെട്ടിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇതിൽ മിക്സ് ചെയ്ത് കണ്ട. തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഉള്ളി ഉണ്ട്. അതൊക്കെ വെട്ടി ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ മുട്ട ഉണ്ടായി. അങ്ങനെ 2 മുട്ട എടുത്ത് ഓംപ്ലേറ്റും ആക്കി. അപ്പൊ ഇന്ന് ഉച്ചക്കത്തത് ഇങ്ങനെയായി. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. ഇതാണ് പ്രവാസികൾ. എല്ലാവരും പറ്റും പ്രവാസികളാ. ഒരു നേരം പട്ടിണി കിടക്കണമെങ്കിലും പറ്റും, ഒരു നേരം മന്തി കഴിക്കണമെങ്കിലും പറ്റും, ഇല്ലതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇതാണ് യഥാർത്ഥ പ്രവാസി. ഓക്കെ, എല്ലാവരോടും സ്നേഹം മാത്രം.